ഇപ്പോൾ ഒരു കോളർ കൂടിയുണ്ട്. കണ്ണൂരിൽ നിന്നും ദിബിൻ. ഡോക്ടറോട് സംസാരിച്ചോളൂ ദിബിൻ. നമസ്കാരം ഡോക്ടർ. നല്ല നമസ്കാരം ദിബിൻ, പറയൂ. സാർ, എനിക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ മെഡിസിനിൽ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈനസൈറ്റിസ് അടക്കമുള്ള അലർജി രോഗങ്ങൾക്ക് ഹോമിയോപ്പതിനെ ആശ്രയിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രചാരം കൂടുതൽ കൊടുക്കുകയും ആളുകൾ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു സ്യൂഡോ മെഡിസിൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല രാജ്യങ്ങളിലും ഇതിന് അംഗീകാരവുമില്ല. പക്ഷെ കേരളത്തിൽ ഇത് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുകയും എല്ലാ അലർജിക്കും ഈ ആഴ്സനിക് ആൽബം പോലെയുള്ള ഒരേ ഗുളികയൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് ദോഷം ചെയ്യില്ലേ ഗുണത്തെക്കാളേറെ? ഇതെന്ന് വെച്ചാല് നമ്മുടെ ചികിത്സാ രീതികളെല്ലാം തന്നെയും എവിഡൻസ് ബേസ്ഡ് ആണ്. എന്താണ് എവിഡൻസിലൂടെ അല്ലെങ്കിൽ പഠനങ്ങളിലൂടെ നമുക്ക് തെളിയിക്കപ്പെട്ടുള്ളത്, അതിനനുസരിച്ചിട്ടായിട്ടുള്ള ചികിത്സ മാത്രമേ നമുക്ക് നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് തൊട്ടു മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ഒരു ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ ധാരാളം സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലെയും മിക്ക ആൾക്കാർക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പല രാജ്യങ്ങളിലും ഇത്തരം ചികിത്സാ രീതികളെ കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ കാണുന്ന ഒരു രീതിയിലേക്ക് നാം എത്തിയിട്ടുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ എന്താണ് തെളിവ് എന്ന് നോക്കുന്നു. അപ്പോൾ ഒരു സൈനസൈറ്റിസ് വരുമ്പോൾ സൈനസൈറ്റിസ് എന്തുകൊണ്ട് വരുന്നു, അതായത് നമുക്ക് സൈനസൈറ്റിസിന് വരുന്നതിന് കാരണം ശാസ്ത്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിൽ നിന്നും വായുവറകളിലേക്ക് പോകുന്ന ദ്വാരത്തിന് തടസ്സമുണ്ടാകുന്നു. നമ്മൾ അതിനെ ഓസ്റ്റിയോമാറ്റിൽ കോംപ്ലക്സ് എന്ന് പറയും. ആ ഭാഗത്ത് തടസ്സമുണ്ടാവുകയും നാം ശ്വസിക്കുന്ന വായു ഉള്ളിലേക്ക് പോയി വായുവറകളിലേക്ക് പോയതിനു ശേഷമാണ് ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നത്. അതിന് തടസ്സമുണ്ടാവുകയും ആ ഒരു കളക്ഷൻ, അവിടെ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാവുകയും അത് പിന്നീട് ഇൻഫെക്ഷനിലേക്ക് നിന്ന് നമുക്ക് സൈനസൈറ്റിസിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നമുക്ക് എൻഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. CT സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. വിവിധ തരത്തിലുള്ള അതിന്റെ ആ പസ് നാം കൾച്ചർ ചെയ്യുമ്പോൾ ഏതുതരം അണുക്കളാണെന്ന് അറിയാം. ഇതൊക്കെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നാം ചികിത്സിക്കുകയുള്ളൂ. ശാസ്ത്രീയപരമായ ചികിത്സയിൽ തന്നെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്. ശരി ഡോക്ടർ. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ആലുവയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ, സംസാരിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. എനിക്ക് ഭയങ്കര തുമ്മലാണ്. ഭയങ്കര വേദന വരും. മൂക്ക് രണ്ടും അടയും. കിടന്നു കഴിയുമ്പോൾ മൂക്കടയും. ശ്വാസം പോകാണ്ട് വരും. മൂക്കിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളിയായി ഇങ്ങനെ വരികയും ചെയ്യും. എന്താ ഡോക്ടർ, എനിക്ക് നടു അല്ലാതെ പ്രശ്നമാണ്. ഇത് നമുക്കറിയാലോ, ഇത് ഒരു ഡെഫിനറ്റ്ലി ഒറ്റ സെന്റൻസിൽ തന്നെ നമുക്ക് ഇതൊരു അലർജിക് റൈനൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമാണ്. നമുക്കിപ്പം ഒരു തുമ്മലാണ് ജലദോഷമാണെന്നൊക്കെ പറയുമ്പോൾ മറ്റൊരാള്, ഒരു രോഗിയല്ലാത്ത മറ്റൊരാൾ നിസ്സാരമായ അസുഖമല്ലേ എന്ന് തോന്നും. അനുഭവിക്കുന്ന ആളറിയും. ഇപ്പൊ ബാക്ക് പെയിനിലേക്ക് പോയി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടാകുന്ന ഒരു റൊട്ടീൻ വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നു. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രോഗമാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഈ രോഗത്തിന് അടുത്തുള്ള ENT ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ മൂക്കിനകം പരിശോധിച്ചതിന് ശേഷം ആന്റിഹിസ്റ്റമൈൻ മരുന്നുകൾ അല്ലെങ്കിൽ അലർജിക്കുള്ള മരുന്നുകൾ നിങ്ങൾക്ക് നൽകും. മൂക്കിന്റെ അടപ്പ് മാറാൻ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ നൽകും. അതോടൊപ്പം ആവശ്യമാണെങ്കിൽ മൂക്കിൽ എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ CT സ്കാനോ ഒക്കെ ചെയ്ത് നോക്കി മറ്റ് വായുവറകൾക്കുള്ളിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ മൂക്കിന്റെ അലർജി നിയന്ത്രിക്കുന്നതിനുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ദീർഘനാൾ ഉപയോഗിക്കുന്നതിനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും. അത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു ദൂഷ്യവശങ്ങളും ഇല്ലാതെ തന്നെ ഈ തുമ്മൽ, ജലദോഷം, അതുപോലെയുള്ള മൂക്കടവ് തുടങ്ങിയ സ്ഥിരമായിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഇത്തരം രോഗലക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കും. തീർച്ചയായിട്ടും ENT ഡോക്ടറെ കാണുക. നേസൽ സ്പ്രേ രൂപത്തിലുള്ള ഉള്ള മരുന്നുകൾ ഡോക്ടർ പരിശോധനകൾക്ക് ശേഷം ആവശ്യമാണെങ്കിൽ നൽകും. തീർച്ചയായിട്ടും 100% ഇതിന് പ്രകടമായ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശരി ഡോക്ടർ. ഡോക്ടർ, സൈനസ് ഏത് ഘട്ടത്തിലാണ് ആസ്മയായി മാറുന്നത്? കാരണം കുട്ടികളിലൊക്കെ ആവുമ്പോൾ ഇത് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കും എന്ന് കേട്ടിട്ടുണ്ട്. എന്താണത്? ഇത് നമുക്ക് മറ്റൊരു രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അലർജി എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യ ഘടകങ്ങൾ അടങ്ങിയിട്ട് ആണ് നമുക്ക് വരുന്നത്. പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്ന പലതരം ഫാക്ടേഴ്സും അതിനെ ബാധിക്കുന്നുണ്ട്. അലർജി മൂക്കിനെ ബാധിക്കുമ്പോൾ തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കടവ്, ജലദോഷം, ഒരുപക്ഷെ സൈനസൈറ്റിസ്, പോളിപ്പ് വരിക, ഇതൊക്കെ ഉണ്ടാവുന്നു. നെഞ്ചിനെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസകോശങ്ങളെ ബാധിക്കുമ്പോൾ നമുക്കത് ശ്വാസം മുട്ടലിലേക്ക് മാറുന്നു. സ്കിന്നിനെ ബാധിക്കുമ്പോൾ സ്കിന്നിലെ തടിപ്പ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അലർജി മൂലം സ്കിന്നിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് അലർജിയാണ് അടിസ്ഥാന കാരണം. ഒരുപക്ഷെ സൈനസൈറ്റിസ് ആണെന്ന് പറയുന്നതിനപ്പുറം അലർജിയാണ് അടിസ്ഥാനം. അല്ല, ഏതിനെയാണ് ബാധിക്കുന്നത്, ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നാം ചികിത്സയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, മൂക്കടവ്, തുമ്മൽ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാർക്ക്
അത് ശ്വാസം മുട്ടല് ക്രമേണ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ധാരാളം പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഒരുപക്ഷെ സ്ഥിരമായി നിൽക്കുന്ന ശ്വാസം മുട്ടൽ നമുക്ക് എല്ലാ റൊട്ടീൻ ലൈഫിനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ ശ്വാസം മുട്ടലിലേക്ക് പോകാത്ത തരത്തിലേക്ക് അലർജി റൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജിയെ ശക്തമായി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശ്വാസം മുട്ടലിലേക്ക് അത് പോകാതെ നിൽക്കുകയും അത് ശ്വാസം മുട്ടൽ സ്ഥിരമായി മെഡിക്കേഷൻ എടുക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാതിരിക്കാനും സഹായിക്കും. ബേസിക്കലി അലർജിക് റൈനൈറ്റിസ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലേക്ക് ആസ്മയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയും. ശരി ഡോക്ടർ.